ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് കണക്ട് ആപ്പിൽ പുതിയതായി വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. സ്കോർ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള വിവരങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിനായി നമ്മുടെ മെയിൻ വിൻഡോയിൽ സ്കോർ ക്യാഹെ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മൾ സ്ക്രോൾ ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ MTD സ്കോർ, MTD എന്ന് വെച്ചാൽ മന്ത് ടിൽ ഡേ, ഇന്ന് വരെയുള്ള സ്കോറാണ് ഇവിടെ 10 റൺസ് കാണിച്ചേക്കുന്നത്. FTD സ്കോർ ഇന്നത്തെ സ്കോറാണ്, അത് 0 റൺസ് കാണിച്ചേക്കുന്നു. ഇനി നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ സ്ക്രാച്ച് കാർഡ് എത്രയാണ്, ഇന്നത്തെ സ്ക്രാച്ച് കാർഡ് എത്രയാണ് എന്നുള്ളത് കാണിക്കും. പിന്നെ വരുന്നത് നമ്മുടെ QTD റാങ്കാണ്, അതായത് ക്വാർട്ടറിലെ നമ്മുടെ റാങ്ക് 11 ആണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ ചെക്ക് യുവർ ഡെയിലി റൺസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡേ വൈസ് നമ്മൾ ഏൺ ചെയ്ത സ്കോർ അറിയാൻ പറ്റുന്നതാണ്. അതിൽ MNP എത്ര, ഫ്രഷ് ഗ്രോസ് എത്ര എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇവിടെ കാണുന്നതായിരിക്കും. ഇനി ചെക്ക് യുവർ സ്ക്രാച്ച് കാർഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള സ്ക്രാച്ച് കാർഡ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. അതിൽ റെഡീം ചെയ്യാനുള്ളതാണെങ്കിൽ റെഡീം ചെയ്യുക. ഓരോ 20 സ്കോർസിനുമാണ് ഇനി QTD റാങ്കിങ്ങിലേക്ക് പോയാൽ നമ്മുടെ ഇപ്പോഴത്തെ റാങ്കിങ് എത്രയാണെന്നുള്ളത് അവിടെ അറിയാൻ പറ്റും. ഇവിടെ എൻ്റെ സ്കോർ 610 ആണ്, 11ാമത്തെ റാങ്കാണ് വന്നിരിക്കുന്നത്. ഞാൻ 4 ട്രിപ്പിലാണ് ഞാനത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ നെക്സ്റ്റ് സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റാങ്കിങ് അറിയാൻ പറ്റും. എൻ്റെ 35 ആണ്. നമ്മൾ സോൺ വൈസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോണിലെ റാങ്കിങ് വന്നിരിക്കുന്നത് 132 ആണ്, 610 റൺസാണ് വന്നിരിക്കുന്നത്. ഏരിയ വൈസ് എടുത്താൽ നമ്മുടെ ഏരിയ വൈസ് റാങ്കിങ് എൻ്റെത് 145 ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടെറിട്ടറി വൈസ് റാങ്കിങ് 0 ആണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ റൺസ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹൗ ടു സ്കോർ റൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ MNP വൈസ്, നോർമൽ ആക്ടിവേഷൻ വൈസ് എത്ര പോയിന്റ്സ് ആണ് കിട്ടുക എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. MNPക്ക് 6 പോയിന്റ്സ്, ഫ്രഷ് ഗ്രോസിന് 4 പോയിന്റ്സ് ആണ്. പിന്നെ ഫസ്റ്റ് ചെയ്യുന്ന ആക്ടിവേഷന് 4 പോയിന്റ്സ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്കോറിങ് വരിക. റൺസ് കാൽക്കുലേഷൻസ് വരിക. ഗ്രോസ് റൺസ് എന്ന് പറയുന്നത് MNP റൺസ് പ്ലസ് നോർമൽ ആക്ടിവേഷൻ റൺസ് പ്ലസ് ഡെയിലി ആക്ടിവേഷൻ റൺസ്, ഇങ്ങനെയായിരിക്കും വരിക. നെറ്റ് റൺസ് എന്ന് പറയുന്നത് നമ്മുടെ M-2, അതായത് കഴിഞ്ഞ മാസത്തിൻ്റെ മുന്നത്തെ മാസം ചെയ്ത ആക്ടിവേഷൻ്റെ ക്വാളിറ്റി ബേസിലാണ് നമുക്ക് ആക്ടിവേഷൻസിൻ്റെ സ്കോർ വരുന്നത്. അത് ലെസ് ദാൻ 40 ആണെന്നുണ്ടെങ്കിൽ നെറ്റ് സ്കോർ 0 ആയിരിക്കും. അങ്ങനെ ഓരോ സ്ലാബ് വൈസ് ആണ് നമുക്ക് മൾട്ടിപ്ലെയർ ആഡ് ആവുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ക്വാർട്ടർലി വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഫോറിൻ ട്രിപ്പാണ്. അത് നമ്മൾ സോണിൽ ടോപ്പായിട്ട് വരുന്ന ഒരു റീറ്റെയിലർക്കായിരിക്കും. അതുകൂടാതെ തന്നെ സർക്കിളിൽ, സോണിൽ, ഏരിയയിൽ ഒരു TSXN അണ്ടറിൽ വരുന്ന ടോപ്പ് 5 റീറ്റെയിലേഴ്സിന് നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.